മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനെ റദ്ദാക്കിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിത റദ്ദാക്കിയിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. കോടതിയുടെ ഇടക്കാല ഉത്തരവിലാണ് നടപടി, സർക്കാരിൻ്റെ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവാണ് റദ്ദാക്കിയിരുന്നത്. അതായത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനായി, അത് പഠിക്കാനായി ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു സർക്കാർ. അതിൻ്റെ പ്രവർത്തനങ്ങളെ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉണ്ടായത്. ഇതിനെതിരെയാണ് സർക്കാർ അപ്പീൽ പോയത്, സംസ്ഥാന സർക്കാർ അപ്പീൽ പോയത്. ഈ അപ്പീലിന്മേലാണ് ഇപ്പോൾ ഇതാ ഇടക്കാല ഉത്തരവെത്തിയിരിക്കുന്നത്. അതായത് കമ്മീഷൻ അവിടെ പ്രവർത്തിക്കാം, അതായത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ ഈ പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച LDF സർക്കാർ നിയോഗിച്ച ഈ കമ്മീഷന് പ്രവർത്തനം തുടരാം എന്ന അർത്ഥത്തിൽ ഇതാ ഹൈക്കോടതിയുടെ വിധി എത്തിയിരിക്കുന്നു. ഇടക്കാല ഉത്തരവിലാണ് ഹൈക്കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അർത്ഥത്തിൽ നിരവധി കോണുകൾ അതിനെ മുതലെടുക്കുകയും അതിനെ മറ്റൊരു തരത്തിലേക്ക് സങ്കീർണമായി ആ പ്രശ്നത്തെ കൊണ്ടുപോകാനുമൊക്കെ ശ്രമിക്കുന്ന ഒരു വേളയിലാണ് സർക്കാർ കൃത്യമായി ഇടപെട്ട് അവിടെ താമസിക്കുന്നവർക്കുള്ള പാർപ്പിടം, അവരുടെ അവകാശം സംരക്ഷിക്കുന്ന തരത്തിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്ന കൂടിയാലോചനകൾ സംസ്ഥാന സർക്കാർ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. ആ കമ്മീഷനെ വെച്ച് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച ശേഷം അത് നിയമപരമായി അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഉള്ള, അവിടുത്തെ അവകാശികൾക്കുള്ള, ഭൂമിയുടെ ഇപ്പോഴത്തെ അവകാശികൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ, അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഇടപെടലിലേക്കൊക്കെ കാര്യങ്ങളെ എത്തിക്കാം എന്നതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം, ഉദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. തീർച്ചയായും ഇപ്പോൾ വിവരങ്ങളുമായി തിയോഫിൻ ചേരും. തിയോഫിൻ, മുനമ്പത്ത് നിർണായകമായ ഹൈക്കോടതി വിധി, സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ. ആജിംഷാദ്, നിർണായക വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചാണ് കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ടത്. കാരണം നിയമപരമല്ല കമ്മീഷൻ്റെ നിയമനം എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ച് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോവുകയായിരുന്നു. കാരണം ജുഡീഷ്യൽ അധികാരം നൽകിക്കൊണ്ടല്ല ഈ കമ്മീഷനെ, മുനമ്പം കമ്മീഷനെ നിയോഗിച്ചത്. മുനമ്പം കമ്മീഷന് അത്തരത്തിലുള്ള ജുഡീഷ്യൽ അധികാരങ്ങളില്ല. പക്ഷേ സർക്കാരിൻ്റെ തുടർ നടപടികളുടെ ആവശ്യമായി, അതായത് പുനരധിവാസം ഉൾപ്പെടെ മുനമ്പം വിഷയം പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കും എന്ന് സർക്കാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് അതിനുവേണ്ടി ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ് ജുഡീഷ്യൽ കമ്മീഷനെ അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനുള്ള ഒരു നിയോഗം. മുനമ്പം നിവാസികളുമായി ബന്ധപ്പെട്ട് അവരെ എല്ലാവരെയും കണ്ട് സംസാരിച്ച ശേഷം ആവശ്യമായ അവരുടെ കൈവശമുള്ള രേഖകൾ പരിശോധിക്കണം. ഇതെല്ലാം പരിശോധിച്ച് വിശദമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരോടെല്ലാം സംസാരിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ആ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങളുമായി കമ്മീഷൻ മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു വിധി ഉണ്ടായത്. അത് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കവേ ഇന്ന്, അതായത് തിങ്കളാഴ്ച, ഇതുമായി ബന്ധപ്പെട്ടൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കാം. വിശദമായ വാദം കേൾക്കലും മറ്റും അത് പിന്നീട് നടത്താം. നിലവിൽ കമ്മീഷൻ, തിയോഫിൻ, അതായത് ഈ ഇടക്കാല ഉത്തരവിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ, ജുഡീഷ്യൽ കമ്മീഷനെ, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ പ്രവർത്തനം തുടരാം എന്നതാണ് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. വിശദമായ വാദവും ഇതിൻ്റെ അന്തിമ വിധിയുമല്ല. ഇടക്കാല ഉത്തരവിൽ വളരെ ആശ്വാസകരമായ നടപടിയാണ്. സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള LDF സർക്കാരിൻ്റെ നീക്കങ്ങൾക്കുള്ള പച്ചക്കൊടിയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം, അല്ലേ തിയോഫിൻ? തീർച്ചയായും അജിംഷാദ്. അതായത് അതുമാത്രമല്ല, നേരത്തെ സിംഗിൾ ബെഞ്ച് കമ്മീഷൻ്റെ പ്രവർത്തനം മരവിപ്പിച്ചപ്പോൾ മുനമ്പം നിവാസികൾ വലിയ ആശങ്കയിലായിരുന്നു. അതായത് സർക്കാർ തങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു കമ്മീഷൻ നിയോഗിച്ചു. കമ്മീഷൻ അവരെ വന്ന് കണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു. കമ്മീഷൻ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ആവശ്യമായ രേഖകൾ ഹാജരാക്കി കമ്മീഷൻ ഹിയറിങ്ങിന് ഉള്ള തീരുമാനം അത് തുടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കമ്മീഷൻ്റെ പ്രവർത്തനം സിംഗിൾ ബെഞ്ച് മരവിപ്പിച്ചത്. അതിനെ തുടർന്ന് വലിയ മുനമ്പ നിവാസികൾ, അതായത് ഈ ബുദ്ധിമുട്ട് നേരിടുന്ന, നികുതി അടയ്ക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന മുനമ്പ നിവാസികൾ വലിയ പ്രയാസത്തിലായിരുന്നു. കാരണം തങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നു എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുനമ്പ നിവാസികൾക്ക് അത് വലിയ പ്രതീക്ഷ നൽകുന്നു, ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഒറ്റയടിക്ക് പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതിൽ നിന്നും
പ്രവർത്തനം തുടങ്ങി. അതായത് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പുനരധിവാസം നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കും. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപടികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ശരിക്കുള്ളൊരു അവസ്ഥ, നിലവിലെ സിറ്റുവേഷനെ കുറിച്ച് ഒരു വ്യക്തമായൊരു പഠനം നടത്തി അതുമായി ബന്ധപ്പെട്ടൊരു പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അതായത് ഓരോരുത്തരും നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന്, നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങൾക്ക് പലരും നേരിടുന്ന പ്രശ്നങ്ങൾ പലതായിരിക്കും. അപ്പോൾ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരെ ഒരു ഗ്രൂപ്പാക്കി ആ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളെ കണ്ട് അവർക്ക് പറയാനുള്ളത് കേട്ട് ഇവരുടെ കൈവശമുള്ള രേഖകൾ പരിശോധിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം, എല്ലാവരെയും കണ്ട ശേഷം ഒരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുക എന്നതാണ് മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ടാസ്ക്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം തന്നെ ചുമതലയേറ്റ ശേഷം അദ്ദേഹം മുനമ്പത്ത് പോയി തന്നെ അവരെ കാണുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തു. അവരോട് കമ്മീഷൻ്റെ പ്രവർത്തനം ഏതെല്ലാം രീതിയിലായിരിക്കുമെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ആണ് രേഖകൾ ഹാജരാക്കി തങ്ങളുടെ കൈവശമുള്ള രേഖകളുമായി കമ്മീഷനോട് പറയാനുള്ളതെല്ലാം നേരിട്ട് ഹാജരാക്കി തീർച്ചയായും